ഹായ്. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള എംബ്രിക്കാണ് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നത്. ഇല്ല, പക്ഷെ കട്ടറിൻ്റെ ഉള്ളിൽ കൂടെ ലീക്ക് ഉണ്ടാവില്ല. ഈ ടാങ്ക് ഞാൻ കെട്ടിയിട്ട് 5 വർഷമായി. ഈ 5 വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കെട്ടി അതിനുള്ളിൽ ഞാൻ കുറച്ച് കാവി വെറുതെ അടിച്ചു കൊടുത്തിട്ടുണ്ട്, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടുത്തെ വിശേഷങ്ങൾ, ഈ കട്ട എങ്ങനെ ചെയ്യുന്നു, ഇതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ മജീക്ക നമ്മോട് വിശദീകരിക്കുന്നതാണ്. മജീക്ക, ഈ കട്ടനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. ഇതുകൊണ്ട് ഇപ്പം 100 കണക്കിന് വീടുകൾ നമ്മൾ ഈ കട്ട കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ ഒരുപാട് വീട് ചെയ്യും. ആർക്കും ഇന്ന് വരെ ഒരു മൈനസ്, ഒരാളടുത്തുനിന്ന് പോലും നമുക്ക് ഇന്ന് വരെ ഒരു മൈനസ് കേൾക്കേണ്ടി വന്നിട്ടില്ല. തന്നെയല്ല, അതുപോലെ ഈ 6 ഇഞ്ച് വീതിയിൽ നമുക്ക് 2 നില വീടുണ്ടാക്കാം. 6 ഇഞ്ച്, ഇത് 13.86 ഇതിൻ്റെ അളവ്. ഇപ്പോൾ കല്ലിന് ഭയങ്കര ക്ഷാമമാണ്. അപ്പോൾ ഈ കട്ട യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വർക്ക് നടക്കും. ഒരു തന്നെയല്ല, നമുക്ക് നല്ലൊരു പൈസ നമ്മൾ ലാഭിക്കാൻ പറ്റും. തേപ്പിൻ്റെ കാര്യത്തിൽ വളരെ നൈസായിട്ട് 4 ഇഞ്ച് കനത്തിൽ കട്ടൻ്റെ കളർ മായാനുള്ളൊരു തേപ്പ് മാത്രം മതി, അതിൽ കൂടുതൽ വേണമെന്നില്ല. അതായത് നമ്മൾ വെട്ടുകല്ലിൻ്റെ മേലൊക്കെ ഒരു 10 ചാക്ക് സിമെൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ വർക്ക് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ മേലെ നമുക്കൊരു 3 ചാക്ക് സിമെൻറ്റോട് ആ വർക്ക് തീർക്കാം. അത് ലാഭം തന്നെ. എംസാൻ്റെ ലാഭമാണ്, പണിക്കാരെ കൂലി ലാഭമാണ്, അതുപോലെ തന്നെ പിന്നെ സിമെൻറ്റ് ലാഭമാണ്. തീർച്ചയായിട്ടും ഇതുകൊണ്ട് പണിയെടുക്കുകയാണെന്ന് ചെറിയ നമുക്ക് ഒരു 30% ഏറ്റവും ചുരുങ്ങിയത്. അല്ല, ഈ പണി ചെയ്യുന്ന ലേബേഴ്സിനും ഇത് വളരെ സുഖമാണ്. ഓവർ വെയിറ്റ് ഇല്ല. അതായത് നമ്മളിപ്പോൾ 19-20 ഈ റേഞ്ചിലാണ് നമ്മൾ ഒരു ഉണങ്ങിയ കട്ട ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇതൊക്കെ ഇപ്പം മഴ കൊണ്ട് നനഞ്ഞു കിടക്കായത് കൊണ്ട് മറ്റൊരു പ്രത്യേകത ഞാൻ കണക്കാക്കുന്ന ഒരു പ്രത്യേകത, മെയിനായിട്ട് ഇതിന് ചൂട് അടിക്കൂല. ചൂട് നിങ്ങൾ ഇതിന്റെ പുറംഭാഗം തീയിട്ടോളി. ഇപ്പോഴത്തെ കാലാവസ്ഥ വേനൽക്കാലത്തൊക്കെ ഭയങ്കര. അതിന്റെ പ്രത്യേകത ഞാൻ ജസ്റ്റ് ഇതിന്റെ നേരെ നിങ്ങൾ താഴത്ത് ഒരു വർത്തായിക്കാടുണ്ട്, ഇതിന്റെ നേരെ താഴെ തന്നെ. അവിടെ ഒന്ന് പോയാൽ നിങ്ങൾ ഇപ്പം കാണാം. ഞാൻ ഇവിടെ ഇത് തുടങ്ങിയതിന് ശേഷം എന്ന് പറയാം, നമ്മുടെ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം നമ്മളെ കട്ടായിന് അവരെ അടുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ചൂളക്കൊക്കെ ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. റബ്ബറിൻ്റെ ചൂളക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളിത് സാധനം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ താഴെ ഇറങ്ങിയാൽ കാണാം, അവർ ഈ കട്ട ഉപയോഗിച്ചിട്ടാണ് അവർ അടുപ്പ് കൂട്ടുക. കാരണം അവർക്ക് സിമെൻറ്റ് കട്ട അതായത് വെട്ടുകല്ലോ ഉപയോഗിച്ച് ഈട് ചെയ്തതിനേക്കാൾ കൂടുതൽ ഈടും കിട്ടുന്നുണ്ട്, ചൂടും കിട്ടുന്നുണ്ട്. അത്രയും സ്ട്രെങ്ത് ഉള്ളത് അതുകൊണ്ടാണല്ലോ അവർക്ക് അത് ചെയ്യാം. ഒരു വട്ടം ചെയ്താലേ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അവർ നമ്മളെ കട്ടെടുത്തിട്ട് ചെയ്യും. ഇതിന്റെ പല വീഡിയോസിലും കണ്ട JCB ഈ കട്ടന്റെ മേലെ കയറി നിൽക്കുന്നതും തീർച്ചയായിട്ടും JCB കയറ്റുക എന്നുള്ളത് മാത്രമല്ലല്ലോ ഒരു സാധനത്തിന്റെ ഒരു പിന്നെ സ്ട്രെങ്ത്തിന്റെ വിഷയം കിടക്കുന്നത്. നമുക്കത് ഉപയോഗിക്കാം. ഇത് ആര് വീടുണ്ടാക്കിയാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ വീട് പോലെ തന്നെയാണ്. കാരണം അതിനെന്തെങ്കിലും മൈനസ് സംഭവിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കാണല്ലോ അതിൻ്റെ മൈനസ് സംഭവിക്കുന്നത്. അപ്പം സേഫാണ് എന്ന് വെച്ചാൽ 100% സേഫാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാൽ ഇതില് ആണി അടിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കാണിച്ചു. 100% ഇമ്മല ഒന്ന് ആണി അടിച്ച് കാണിച്ചു കൊടുക്കും. ആണി ഈ ആണി ഇനി പറിച്ചാൽ പോലും കിട്ടൂല, അത്ര സേഫാണ്. അത് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ വെട്ടുകല്ലിൻ്റെ മുകളിൽ പോലും നമുക്ക് ഇതുപോലെ സേഫായിട്ട് ആണി അടിച്ചാൽ നിൽക്കുകയില്ല. ഇത് സേഫ് ആണി അടിച്ചാൽ വയറിങ്ങിൻ്റെ പണിക്ക് എല്ലാ പണിക്കും വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയും. വേറെയുള്ള എല്ലാ സാധനം കുത്തിപ്പൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. ഇത് നമുക്ക് സേഫായി ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കട്ട് ചെയ്യുന്നത് നമുക്ക് എത്ര ഇഞ്ച് വീതിയിലാണോ കട്ടിങ് വേണ്ടത്, 2 ഇഞ്ച് വീതിയിലാണോ 3 ഇഞ്ച് വീതിയിലാണോ, അതായത് 100 കട്ട നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ അത് 100 നമുക്ക് ഉപയോഗിക്കാം. 99.5 ആയിപ്പോല, വേസ്റ്റ് വരില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വലിയൊരു 100 കല്ലിറക്കിയാണെങ്കിൽ അപ്പം 100 നമ്മൾ ഉപയോഗിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് ഏറ്റവും പറ്റിയതാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി വെള്ളം നിറച്ചോളി കട്ട കെട്ടിയിട്ട്. പിന്നെ അതും ഒരു കാരണവശാലും ലീക്കുണ്ട്. നമ്മൾ കട്ടനുള്ളിൽ കൂടിയ വെള്ളം ലീക്ക് ഉണ്ടാവില്ല. സൈഡ് ഗ്യാപ്പ് കൂടി സിമെൻറ്റിൻ്റെ ഗ്യാപ്പ് കൂടി ഉണ്ടാവില്ല നമ്മൾ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ കട്ടൻ്റെ ഉള്ളിൽ കൂടെ ലീക്ക് ഉണ്ടാവില്ല. ഈ ടാങ്ക് ഞാൻ കെട്ടിയിട്ട് 5 വർഷമായി. ഈ 5 വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കെട്ടി അതിനുള്ളിൽ ഞാൻ കുറച്ച് കാവി വെറുതെ അടിച്ചു കൊടുത്തിട്ടുണ്ട്, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാം. അതെ, ധൈര്യമായി ഞാൻ 100% ഗ്യാരണ്ടിയിലാണ്. ആർക്ക് വേണമെങ്കിലും സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാം. നമ്മളെ കട്ട കൊണ്ടുപോയിട്ട് ഒരു ലീക്ക് ഒരു കട്ട ഉണ്ടാവില്ല. തന്നെയല്ല അത് വെള്ളത്തിൽ കിടന്നിട്ട് ദ്രവിച്ച് പോണ പ്രശ്നം അത് ഉദിക്കില്ല. ഇത് കണ്ടില്ലേ ഞങ്ങൾ 5 പൂപ്പ് ഇതാക്കുന്ന ഫുൾ ടൈം മഴ ആയതുകൊണ്ടുള്ള പൂപ്പ് കെട്ടിയത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ വേറൊന്നും ഈ കട്ടന് മുകളിലില്ല. ഒരു ലീക്കില്ലല്ലോ. അല്ലെ ഇതിൻ്റെ അകത്ത് വെള്ളം നിൽക്കും. 5 വർഷ സാധനത്തിന് നമ്മൾ പോകുന്ന പോലെ
ഒരു വിഷയവുമില്ല. ബാരിങ്ങിനായിട്ടാണെങ്കിലും പ്ലംബിങ്ങിനായാലും എല്ലാത്തിനും വളരെ ക്ലിയർ ആയിട്ട് വർക്ക് എടുക്കാൻ പറ്റും. കാരണം എൻ്റെ അടുത്ത് പല ബാരിങ്ങുകാരും പറഞ്ഞിട്ട് മജീദ് നമ്മൾ കട്ടൻ മുകളിൽ വർക്ക് എടുക്കാൻ വളരെ സുഖമാണ്. കാരണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിപ്പോയില്ല, നശിച്ചു പോയി, നേരെ ഗ്രൈൻഡർ വെക്കുക, കട്ട് ചെയ്യാം. എന്നാലും ഈ കട്ടക്ക് എന്തെങ്കിലും ഒരു നമുക്ക് ഒരു മൈനസ് ഉണ്ടായല്ലോ ഏതൊരു കാര്യത്തിനും. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിക്കുക? ഇല്ല, നമുക്ക് കൊണ്ടുപോകും. പിന്നെ നമ്മളെ സാധനം കൊണ്ടുപോയിട്ട് പോയി അവർ പറയുന്നതാണല്ലോ നമുക്ക് വരുന്ന മൈനസും പോസിറ്റീവും. പല ഈ പ്ലംബിങ്ങുകാർ പറഞ്ഞിട്ടില്ല, ഇലക്ട്രീഷ്യൻ പറഞ്ഞിട്ടില്ല, പിന്നെ വീടുണ്ടാക്കുന്ന ആൾക്കാരിൽ നിന്ന് വരെ നമുക്കൊന്നും കേൾക്കില്ല. എല്ലാ ടെസ്റ്റും നമ്മൾ ചെയ്താണ്. എല്ലാ ടെസ്റ്റും നമ്മൾ ചെയ്തതാണിത്. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ 2-3 പ്രാവശ്യം ഞാൻ കൊണ്ടുപോയിട്ട് ടെസ്റ്റൊക്കെ ചെയ്യിച്ചതാണ്. എല്ലാ ടെസ്റ്റും. അതല്ല നമ്മൾ എന്തെങ്കിലും NITൻ്റെ ടെസ്റ്റ് റിസൾട്ടുകളാണിത്. പിന്നെ 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ ഇവർ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടുകളാണ്. കാരണം സർക്കാർ സ്ഥാപനത്തിൽ നിന്നാണ് ടെസ്റ്റുകളൊക്കെ ചെയ്തത്, അല്ലാതെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്നൊന്നും അവരെ രേഖാമൂലമുള്ള റിസൾട്ടാണത്. കോഴിക്കോട് ജില്ലയിലാണോ നിങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്? വയനാട്ടിൽ കൊടുക്കുന്നുണ്ടോ? ഇപ്പം വയനാട് മാത്രമല്ല, തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട്, കർണാടകത്തിലേക്ക് പോകുന്നുണ്ട്. കോഴിക്കോട് ഈ 3 സംസ്ഥാനത്ത് ഇപ്പം ഈ കട്ട ഉപയോഗിച്ചിട്ട് ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. മെനിയാന്നും പോയിട്ടുണ്ട് കർണാടകത്തിൽ. ഞാൻ മനസ്സിലാക്കിയത് നമ്മളെ അടുത്ത പ്രദേശത്തൊന്നും കൂടുതൽ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നില്ല. ഇത് ഉപയോഗിച്ച ആൾക്കാർ നമ്മളെ അടുത്ത് കൂടുതൽ വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയാം. കൂടുതൽ നമുക്ക് വരുന്ന ഓർഡറുകൾ, അതായത് ഒരാൾ കൊണ്ടുപോയി അതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടുകാർ, അതല്ലെങ്കിൽ അവൻ്റെ ബന്ധക്കാർ, ഈ കൊണ്ടുപോകുന്ന ആൾക്കാരെ ബന്ധക്കാർ, ഇവരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ തരുന്നത്. കാരണം അവർ കൊണ്ടുപോയി, കാരണം വലിയ സംഖ്യ 100% സേഫാണ്. പിന്നെ അവർക്ക് വിഷയമുള്ള കേസല്ലല്ലോ. കാരണം ആരെങ്കിലും ഒന്നും അവർ മൈനസ് പറയില്ല, പണിക്കാർ പറയുന്നില്ല. അതുപോലെ തന്നെ പിന്നെ അവിടെ കൊണ്ടുപോയി എഞ്ചിനീയർമാർ പറയുന്നില്ല. കാണുന്നവർക്ക് യാതൊരു നല്ല ഫിനിഷ് വർക്കും ആയിരിക്കുമല്ലോ എപ്പോഴും. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു കംപ്ലൈൻറ്റ് പറയാനില്ല. ഓക്കെ, അപ്പോൾ ഈ കട്ട ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എത്ര കട്ട? തീർച്ചയായും നമ്മളൊക്കെ ഒന്ന് മാറി ചിന്തിക്കാനുള്ള സമയമായിട്ടുണ്ട്. അതെ, കാരണം പുതിയ പ്രൊഡക്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ കട്ട പ്രൊഡക്റ്റ് ചെയ്യുന്ന മെഷീൻസ് ആണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് മജീദ് അത് എങ്ങനെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ? ഇത് 24 ഇഞ്ച് മണ്ണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നടക്കും. അതിനുശേഷം 28 ടണ്ണ് പ്രസ്സിങ്ങിൽ അത് കട്ട നമുക്ക് അടിച്ചു വരുന്ന സമയത്ത് 13 ഇഞ്ചിലാണ് നമ്മൾ ഒരു കട്ട അടിച്ചെടുക്കുന്നത്. അതായത് 24, അതെ, 2 അടിക്കുള്ള പ്രസ്സിംഗ് ആണ്. അതായത് 28 ടണ്ണാണ് നമുക്ക് ഇതിന്റെ പ്രസ്സിങ്. അത് ചെയ്തിട്ടാണ് ഈ കട്ട നമ്മൾ പുറത്തെടുക്കുന്നത്. പിന്നെ മിക്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അരച്ചാക്ക് സിമെന്റ് ഉണ്ട്. നമുക്ക് 16 കട്ടാണ് നമ്മളിവിടെ അടിക്കുന്നത്. സിമെന്റും മിക്സ് ആകുന്നുണ്ട് ഈ കട്ടല്. തീർച്ചയായിട്ടും സിമെന്റും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ്, രണ്ടും കൂടി അതായത് മിക്സ് ചെയ്യുന്നതാണ്. ഇവിടുന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം ഇവിടെ വരും, ആദ്യം മണ്ണെടുത്ത് പൊടിക്കും, അതിനുശേഷം ഇവിടെ വരും, ഇവിടുന്ന് മണ്ണെടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് കട്ട അടിക്കുന്നത്. ഇപ്പൊ പൊതുവെ മജിക്ക കല്ലിന് വളരെ ക്ഷാമമുള്ള സമയമാണ്. അപ്പോ വർക്കുകളൊക്കെ പെൻഡിങ് ആയി കിടക്കാണ്. ഇപ്പൊ റെഡ് അലേർട്ട് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് വർക്കുകളൊക്കെ സ്റ്റെക്കായി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് കൺസ്ട്രക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കട്ടാണ് എംബെക്ക്. തീർച്ചയായിട്ടും ധൈര്യമായി നമുക്ക് ജനങ്ങൾക്ക് ഒരു വിശ്വാസക്കുറവുണ്ടാവും, ഇതിനെ കൂടെ ചെയ്താൽ എന്താവും എങ്ങനാവും. എന്റെ മകളെ വീട് വരെ ഈ കട്ട ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്തു. അതെ അതെ, അത് വെറുതെ ഒരു കളി പറയുന്നല്ല. കാരണം കല്ലിന് പകരവും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ സിമെന്റ് കട്ട ഈ പകരമായിട്ട് യൂസ് ചെയ്യാം. ഏകദേശം എക്സ്പെൻസീവ് എല്ലാത്തിനും ഇല്ല, കുറയേ ഉള്ളൂ. നമുക്ക് മറ്റുള്ള എല്ലാത്തിനായിട്ടും കൊടുത്ത് കുറയെ മാത്രമേ ചെയ്യൂ എല്ലാം കൊണ്ടും. അപ്പൊ ഇത് ഈ കട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. കട്ട ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇതാക്കണ ഇപ്പൊ എത്ര ഇഞ്ച് ഉണ്ടാവും? 2.5 ഇഞ്ചല്ല ഉണ്ടാവും, 3 ഉണ്ടാവോ? എന്തായാലും നോക്കിയാ ഇതിനാണ് ചെറുതാക്കി എടുക്കുക. അപ്പൊ ഞാൻ ഇതിനാണ് ചെയ്യണമെങ്കിൽ കട്ടെടുത്ത് കാണാൻ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാം. ഇത് പച്ചക്കട്ട ആയതുകൊണ്ടാണ് വളരെ കുറവാണ്. മെഷീൻ കട്ടർ ആണല്ലോ. ഉണ്ട്, അതല്ല പറയുന്നത്. ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യാന്നറിയാം. ടൈം വേസ്റ്റ് ഒന്നും കൂടുതലില്ല. നമ്മ അങ്ങനെ ഉണ്ടെങ്കിലല്ലേ ആ കൃത്യമായിട്ട് നമുക്ക് അത് അളവ് കിട്ടുകയും ചെയ്യും. നമ്മള് ഇപ്പൊ ഒരു 2000 കട്ട ഇറക്കിയാല് 2000 കട്ട യൂസ് 2000 യൂസ് ചെയ്യാം. നമുക്ക് അതിന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഒരു കട്ട നമ്മൾ നശിച്ചുപോല.
അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അതല്ല, ചെങ്കല്ലോ സിമെന്റ് കട്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് വേസ്റ്റേജ് വരും. ഇത് കണ്ടോ, യെസ് യെസ്. ഇതിപ്പോ എത്ര ഇഞ്ച് കനുണ്ട്? കൂടി വന്ന 2 ഇഞ്ച് അല്ല ഉണ്ടാവും. ഇത് നമുക്ക് 2 ഇഞ്ചിൽ കട്ട് ചെയ്യാം. അപ്പം കൂടുതൽ മഴ ഇങ്ങനെ പെയ്തത് കൊണ്ട് മാത്രം, അതല്ല കുറച്ച് ഉണങ്ങിയ കട്ടാണ് നമുക്ക് 1 ഇഞ്ചിൽ വരെ കട്ട് ചെയ്യാം. ഒരു വിഷയം പറഞ്ഞാൽ ഇതിനൊരു മൈനസ് നിങ്ങൾക്ക് പറയാനില്ല. 100% നമ്മൾ ഗ്യാരണ്ടി തന്നെയാണ്. ഈ എംബ്രിക് കൊണ്ട് ചെയ്ത ഒരു കോളേജ് ജസ്റ്റ് കാണിക്കാനാണ്. ഈ ഒരു ഡിസൈനിലൊക്കെ ഈ കട്ട കൊണ്ട് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇതിപ്പോ 4 വർഷമായി ഇത് ചെയ്തിട്ട്. ഈ വർക്ക് ഇവിടെ നമ്മളെ സ്ഥാപനം തുടങ്ങിയത് തന്നെ ഫസ്റ്റ് തന്നെ ഒരു കട്ട കൊണ്ടുവന്നിട്ട് ചെയ്തിട്ടുണ്ട് ഈ വർക്കുകൾ. 4 വർഷമായി. ഇത് ഫുള്ള് ഇവിടെ ഒരു 10,000-15,000 കട്ടന്റെ വർക്ക് എടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് അൺഡോൺ ആണ്. ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ്. ഈ സൈറ്റിൽ ഞങ്ങൾ കംപ്ലീറ്റ് എംബ്രിക് ആണ് യൂസ് ചെയ്തത്. എംബ്രിക്ക് ഇത് ലോക്ക് ചെയ്യുന്ന സിസ്റ്റം അല്ല. എങ്ങനെയാണോ നമ്മൾ ചെങ്കല്ല് അതേപോലെ സിമെൻറ്റ് ബ്ലോക്ക് പടവ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ സിമെൻറ്റിൽ മിക്സ് ചെയ്തിട്ടാണ് ഇത് പടവ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇത് ഇവിടെ വന്നത്. ഇപ്പോൾ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഒരുപാട് സ്ഥലത്ത് എംബ്രിക്ക് നമ്മൾ യൂസ് ചെയ്തേക്ക്. അപ്പോൾ ഇത് നമുക്ക് ഗ്രൗണ്ടിലും ഫസ്റ്റ് ഫ്ലോറിലൊക്കെ നമ്മൾ ഈ കട്ട യൂസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ ഇനിയും നമ്മുടെ ചാനലിൽ ചെയ്യുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ കൂടെ കൂടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.